ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 20-ാമത്തെ ദിവസമാണ്. 27/9/2024. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ. മുകളിലേക്ക് പോകാം. എല്ലാ ബൈ സെറ്റപ്പും നമുക്ക് ട്രിഗർ ആവുന്ന റെസിസ്റ്റൻസിലേക്കാണ്. അതിൽ ചിലത് വർക്കൗട്ട് ആവും. ഇവിടെ ഒരെണ്ണം ട്രിഗർ ആയിട്ടുണ്ട്. ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. എങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഹൈ എന്ന് പറയുന്നത് അതിൻ്റെ 28 50 28 50 30 സെൻറ്റർ റിസ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. $31 ട്രിഗർ ആയിരിക്കുന്നത്. നമ്മൾ ചെറിയ 35 എന്തായാലും ഞാൻ ഈ ക്യാൻഡലിൻ്റെ ലോയിൽ കൊണ്ടുവരികയാണ്. $31. ഓക്കെ, നമ്മളത് ഔട്ടായി. വീണ്ടും ട്രൈ ചെയ്യുവാണ്. ട്രിഗർ ആയില്ല. വീണ്ടും ട്രൈ ചെയ്യുവാണ് നമ്മൾ. $40. സോ ട്രൈ ഇറ്റ്. 42 45. ഓക്കെ, ആ 2 മിനിറ്റ് വാറൻറ്റ് ലോ തന്നെയാണ് ഞാൻ സ്റ്റോപ്പ് പോകുന്നത്. ട്രയൽ ചെയ്യുവാണ്. അത് താഴേക്ക് വരുവാണെങ്കിൽ ഞാൻ ഔട്ടാകുന്നതായിരിക്കും. കാരണം ആ 2 മിനിറ്റ് പോവുകയാണെങ്കിൽ അത് പോകണം, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യുന്നതായിരിക്കും. 37 ഇരിക്കുന്നത് സ്റ്റോപ്പ്. ഓക്കെ, 53. 1-1 നമുക്ക് പോയി. 1-1 ആയില്ല, സോറി. ഔട്ട്. മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുവാണ് അവിടുന്ന്. സോ ഞാനത് ഔട്ടായി. മാർക്കറ്റിലൊന്നും ഇല്ല ട്രേഡ് ചെയ്യാൻ വേണ്ടി, വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ക്ലോസ് ചെയ്തിട്ട് പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കാം, പക്ഷേ എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടെ. $73. സോ ട്രിഗർ ആയിട്ട് 72. പ്രൈസ് 74. 82. 1-1 ആയി. $72. 86. 87. 90. ഓക്കെ, സോ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ്
ചെറിയൊരു പ്രോഫിറ്റ് എടുത്തു. 2 to 1 പോയി നമ്മുടെ ഓൾമോസ്റ്റ് 10% റിസ്കിലാണ്, ചെറിയൊരു റിസ്ക്കാണ് വെച്ചത്. 27 നമ്മുടെ 3 ട്രേഡ് ഇന്നത്തെ കഴിഞ്ഞു. 2 to 1 ഞാൻ മൊത്തം എടുത്തു, കാരണം അതിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ്, പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും ട്രൈ ചെയ്യാം ഒന്നുകൂടെ. ഒരു ടൈറ്റായിട്ടൊരു സ്കാൽപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ ഒരു ഹോൾ നമ്പറാണ്, 60 ആണ് മണ്ടയ്ക്ക് വരുന്നത്. ആ 60ക്ക് മുമ്പിൽ നമ്മൾ പ്രൈസ് അതായത് മാക്സിമം ടെസ്റ്റ് ചെയ്ത് 94 എത്തിയപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തത്. കാരണം ആ 60 നമുക്ക് ഓൾറെഡി 2 to 1 മുകളിൽ പോയി. അപ്പം നമ്മൾ 60ന്ന് റിജക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മൾ പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഈവൻ അടിക്കാൻ സാധ്യത ഉണ്ടായത്. ഇത് ഞാൻ ഒരു ട്രേഡ് എടുത്ത് നമ്മൾ എൽ ബി എസ് ചെറിയ ലോസ് അല്ലായിരുന്നു. എൽ ബി എസിൽ ഒരു ഓഫറും കൂടെ വന്നിരുന്നു, ഒരു 8 MA ബൈ സെറ്റപ്പ് ട്രിഗർ ആയിരുന്നു. സോ അത് ട്രയൽ ചെയ്ത് ഔട്ടാകുമായിരുന്നു. ഞാൻ ആ ട്രേഡ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, സ്ക്രീൻ റെക്കോർഡ് ഓഫായിരുന്നു. കാരണം ഈ മാസം നമ്മൾ മന്ത്ലി ക്ലോസ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് നമുക്കൊരു ബ്രേക്ക് ഈവൻ ഉണ്ടെങ്കിൽ, ഒരു 3 ട്രേഡിൽ ഒരു ബ്രേക്ക് ഈവൻ ഉണ്ടെങ്കിൽ നമുക്ക് 2 ബ്രേക്ക് ഈവൻ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ട്രേഡ് കൂടെ എടുത്തു. ഓക്കെ, അത് നമുക്ക് പോസിറ്റീവിലാണ് പോയത്. എൽ ബി എസിലെ ലോസ് നമ്മൾ കവർ ചെയ്തു, ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി. ട്രയൽ ചെയ്ത് ഔട്ട് ആകുമായിരുന്നു. ഒരു 5 മിനിറ്റ് 8 MA ബൈ സെറ്റപ്പ് ആയിരുന്നു. എന്തായാലും ഈ വീക്കിലി റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. വീക്ക് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ മന്ത്ലി നമ്മൾ പോസിറ്റീവാണ്. സോ ഇന്നത്തെ പ്രോഫിറ്റ് എല്ലാവരും വീക്കിലി റിവ്യൂവും മന്ത്ലി റിവ്യൂവും കാണുക. സോ ഒരു ട്രേഡറിൻ്റെ ഒരു മാസത്തെ ഫുൾ ഡേ ആണ് ഈ കാണിക്കുന്നത്. എല്ലാ ദിവസവും നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് മാർക്കറ്റ് വരാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ തരുന്നത് അത് നമുക്ക് വീഡിയോസ് മൊത്തം കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ ദിവസവും ഞാൻ പോസിറ്റീവ് അല്ലല്ലേ, ചില ദിവസങ്ങളിൽ നെഗറ്റീവ് ദിവസങ്ങളുണ്ടാവാം. പക്ഷേ ആ നെഗറ്റീവ് ദിവസം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ. ഓക്കെ, സീ അപ്പോൾ റിവ്യൂ കാണാം വീക്ക്ലി ആൻഡ് മന്ത്ലി. ബൈ ബൈ.